ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും എന്നെ സുഖമായിട്ടും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് സിംറ്റംസിനെ പറ്റിയിട്ടാണ്. എനിക്ക് ഡേറ്റ് മിസ്സാകുന്നതിന് മുന്നേ തന്നെ കുറച്ച് സിംറ്റംസ് എല്ലാം കാണിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി അതെല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് മിസ്സാകുന്നതിന് മുന്നേ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിക്കഴിഞ്ഞാലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. പലർക്കും പല രീതിയിലാണ് ഈ ഒരു സിംറ്റംസ് കണ്ടുവരാറ്. ചിലരിലാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സിംറ്റംസ് കാണാറുണ്ട്, മറ്റു ചിലരിലാണെന്നുണ്ടെങ്കിൽ ഒരു സിംറ്റംസും ഇല്ലാതെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരും അതുപോലെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു സിംറ്റം കണ്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല. നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഓവുലേഷന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടുള്ള കെയർ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാണ്. നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു ടൈം മുതൽ തന്നെ ഒരു മാസവും തെറ്റാതെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളത്. അതായത് എനിക്ക് പീരീഡ്സ് കിട്ടുന്ന ആ ഒരു ഡേറ്റ്, പീരീഡ്സിൻ്റെ ബ്ലഡിൻ്റെ ഫ്ലോ, ബ്ലഡിൻ്റെ കളറ്, അതുപോലെ എനിക്ക് കിട്ടുന്ന ആ ഒരു വൈറ്റ് ഡിസ്ചാർജ്, എൻ്റെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പ്ലാൻ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, ഉടനെ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യവും മിസ്സാകാതെ തന്നെ ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഈ ഒരു മെത്തേഡ് നിങ്ങളെ സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ പീരീഡ്സിൻ്റെ ഡ്യൂറേഷൻ 28 അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോഴാട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഓവുലേഷൻ്റെ കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ബ്രസ്റ്റ് പെയിനാണ്. എൻ്റെ 2 ബ്രസ്റ്റിലും ഹെവി ആയിട്ടുള്ള പെയിനായിരുന്നു. എനിക്ക് എൻ്റെ കൈ പോലും ജസ്റ്റ് മുട്ടാൻ സാധിക്കാത്ത തരത്തിലുള്ള പെയിനായിരുന്നു. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ പോലും എനിക്ക് പെയിൻ നല്ല രീതിയിൽ അറിയുന്ന പെയിനായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ബ്രസ്റ്റ് പെയിനാണ്. അത് ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആ ഒരു ബ്രസ്റ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്കുണ്ടായിട്ടുള്ള ഒരു സിംറ്റമാണ് അബ്ഡോമൻ പെയിൻ എന്ന് പറയുന്നത്. അത് ഇതുപോലെ ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു അബ്ഡോമൻ പെയിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് ഒരു 3-4 ദിവസം ആ ഒരു അബ്ഡോമൻ പെയിൻ അങ്ങനെ തന്നെ നിന്നായിരുന്നു. ഇങ്ങനെ വന്നു പോകുന്ന തരത്തിലുള്ള പെയിനായിരുന്നു. ഒന്ന് സൂചി കൊണ്ട് കുത്തുന്നത് പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കൊളുത്തി വലിക്കുന്ന പോലെ, അങ്ങനെയായിരുന്നു ആ ഒരു പെയിൻ എന്ന് പറയുന്നത്. പിന്നീട് എനിക്കുണ്ടായിട്ടുള്ള ഒരു സിംറ്റമാണ് ഇടുപ്പലിനുണ്ടായിരുന്ന പെയിൻ. അത് എനിക്കെൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഇടുപ്പലിനായിരുന്നു ആ ഒരു പെയിൻ അനുഭവപ്പെട്ടത്. എനിക്ക് അസഹനീയമായിട്ടുള്ള പെയിനായിരുന്നു. അത് ഇതുപോലെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 1 മിനിറ്റൊക്കെ ആ ഒരു പെയിൻ അങ്ങനെ തന്നെ നിന്നായിരുന്നു. ഒരു 2 ദിവസം ആ ഒരു പെയിൻ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നു പോകുന്ന തരത്തിൽ നല്ല രീതിയിലുള്ള പെയിനായിരുന്നു. പിന്നീട് എനിക്കുണ്ടായിട്ടുള്ള ഒരു സിംറ്റമാണ് ഹെഡേക്ക്. നല്ല രീതിയിലുള്ള ഹെഡേക്ക് എനിക്കുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം ആ ഒരു ഹെഡേക്ക്, അതായത് എനിക്കെൻ്റെ പീരീഡ്സിന്, അതായത് നെക്സ്റ്റ് പീരീഡ്സിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ എനിക്ക് ആ ഒരു ഹെഡേക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നീട് എനിക്കുണ്ടായിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ്. അതെനിക്ക് എൻ്റെ ഡേറ്റിന് കറക്റ്റ് 1 വീക്ക് മുന്നേ ആ ഒരു ബ്ലീഡിങ് എനിക്ക് കിട്ടിയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു ഉച്ച ടൈമിലാണ് എനിക്ക് ബ്ലീഡിങ് കിട്ടുന്നത്. അത് ജസ്റ്റ് ആ ഒരു ടൈമിൽ മാത്രമേ ബ്ലീഡിങ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന തരത്തിലൊന്നും ആയിരുന്നില്ല. പിന്നെ അതിൻ്റെ കളറ് എന്ന് പറയുന്നത്, എനിക്ക് പീരീഡ്സിനൊക്കെ
കിട്ടുന്ന തരത്തിലുള്ള ബ്ലീഡിംഗ് ആയിരുന്നു. പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ കിട്ടുന്ന ആ ഒരു ബ്ലീഡിംഗ് ഇല്ലേ, ആ ഒരു ബ്ലീഡിംഗ് എനിക്ക് എപ്പോഴും ഹെവി ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാകും. ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എനിക്ക് ആ ഒരു സമയത്ത് ബ്ലീഡിങ് കിട്ടിയത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് പിന്നീട് ഉണ്ടായിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു സിംറ്റമാണ് ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സിംറ്റമാണ് വൈറ്റ് ഡിസ്ചാർജ്. നല്ല രീതിയിലുള്ള വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാൻ തരത്തിലുള്ള ഡിസ്ചാർജൊന്നുമല്ല, നല്ല പ്യുവർ വൈറ്റ്, ഒരിത്തിരി ക്രീമി ടെക്സ്ചറിലുള്ള ഡിസ്ചാർജായിരുന്നു. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒരല്പം കൂടുതലായിരുന്നു. ആ ഒരു വൈറ്റ് ഡിസ്ചാർജാണ് പിന്നീട് എനിക്കുണ്ടായിട്ടുള്ള സിംറ്റം. പിന്നീട് ഉണ്ടായിട്ടുള്ളൊരു സിംറ്റമാണ് എൻ്റെ യൂറിനുണ്ടായ കളർ വ്യത്യാസം. യൂറിൻ എപ്പോഴും മഞ്ഞ കളറായിരിക്കും. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മഞ്ഞ കളറില്ലേ, ആ ഒരു സെയിം മഞ്ഞ കളറായിരുന്നു ആ ഒരു കുറച്ച് നാളുകൾ. അതായത് ഒരു നെക്സ്റ്റ് ഡേറ്റിനൊരു 5-6 ദിവസം മുന്നേക്ക് ആ ഒരു യൂറിന് ആ ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. യെല്ലോ കളറായിരുന്നു യൂറിൻ എന്ന് പറയുന്നത്. പിന്നീടുണ്ടായിട്ടുള്ള ഒരു സിംറ്റമാണ് വിശപ്പ്. എല്ലാവർക്കും ഫുഡിനോടൊരു വെറുപ്പാണ് തോന്നിയിട്ടുണ്ടാവുക ആ ഒരു ടൈമിൽ. പക്ഷേ എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കാനാണ് ഭയങ്കര വിശപ്പായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വിശപ്പായിരുന്നു. ഞാൻ നന്നായിട്ട് ആ ഒരു ടൈമിൽ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സിംറ്റംസാണ് എനിക്ക് എൻ്റെ പ്രഗ്നൻസിയോടനുബന്ധിച്ച് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഈ ഷെയർ ചെയ്തത് എൻ്റെ ജേണിയാട്ടോ. പലർക്കും പല രീതിയിലായിരിക്കും പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സിംറ്റംസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഒന്ന് സ്പെഷ്യൽ കെയർ ചെയ്യുക. അതുപോലെ ഇത്രയും സിംറ്റംസ് വെച്ചുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഡേറ്റ് കൂടെ മിസ്സാകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ റീസെൻ്റ്ലി പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഡേറ്റ് മിസ്സായി നിങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇത്രയുമാണ് എൻ്റെ പ്രഗ്നൻസിയിലുണ്ടായിരുന്ന സിംറ്റംസ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്നും ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു ഓൾ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. ബൈ.